അവരെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അതുകൂടാതെ നമ്മുടെ മണ്ണാർക്കാട് സബ് ജില്ലയിലുള്ള അതുപോലെ അഗളിയിലുള്ള എല്ലാ സ്കൂളുകളിലും വിസിറ്റ് ചെയ്ത് കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളും കൂടിയാണ്. നിങ്ങൾ DO എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? AEO എന്നൊക്കെ ഇവിടെ AEO വരാറുണ്ടോ? ആ, അതുപോലെ ഓക്കെ. അപ്പോൾ ഇപ്പം ഒരു ടീച്ചർ സംസാരിച്ചല്ലോ, പിന്നെ നിങ്ങളുടെ മടി മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം എന്നുള്ളത് അല്ലേ? അതായത് നമ്മൾ പഠനത്തിൽ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ പരീക്ഷയാവാറായി, അതിന് എന്തൊക്കെ ചെയ്യണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് വാങ്ങാൻ, നല്ല ജോലി കിട്ടാൻ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്നായിട്ട് പഠിക്കുക വേണ്ടത്. ചിലപ്പോൾ അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം എന്തായിരുന്നു, മടിയൊക്കെ മാറ്റി വെക്കണം എന്ന്. അപ്പോൾ രാവിലെ തണുപ്പുള്ള സമയത്ത് പുതച്ച് മൂടി കിടക്കാനല്ലേ നമുക്ക് സുഖം ഉണ്ടാവുക, അതോ എണീറ്റിരുന്ന് വായിക്കാനാണോ സുഖം? കിടക്കാനാണ് സുഖം, അത് സംശയമില്ലല്ലോ. നമുക്ക് പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമായിരിക്കും തണുപ്പത്ത്. പക്ഷേ നമ്മൾ സുഖമല്ല നോക്കേണ്ടത്, അതിനെ മാറ്റി വെച്ച് കുറച്ചൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറാവണം. ആ രാവിലത്തെ സമയത്തും നേരത്തെ എഴുന്നേറ്റ് ചൂടുള്ളൊരു ചായയൊക്കെ കുടിച്ച് പുസ്തകം ഇരുന്ന് വായിക്കാൻ നോക്കും. മോൻ്റെ പേരെന്താ? ഇയാളുടെ പേര്? ആ, ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 1ലാണോ? മിടുക്കൻ. അപ്പൊ നമുക്കൊക്കെ ഉണ്ട് കഴിവുകൾ, കുറേ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എൻ്റെ പേര് പറഞ്ഞപ്പോ സാർ എന്താ പറഞ്ഞത്, എൻ്റെ പേരെന്താന്നാ പറഞ്ഞപ്പോ ഈ സാറ് പറഞ്ഞല്ലോ എൻ്റെ പേര്, ഡോക്ടർ രാധ. അതെന്താണ് എൻ്റെ പേരിൻ്റെ മുന്നിലൊരു ഡോക്ടർ വന്നത്? ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ട്, അല്ലാണ്ട് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടറല്ല. അത് ഞാൻ എടുത്തത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? എൻ്റെ ജോലിയുണ്ട്, ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ. അതിന് പുറമെ രാത്രി ഒരു 10 മണിയായാൽ വീട്ടിലെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവർ കിടന്നുറങ്ങിയാലാണ് ഞാൻ എൻ്റെ പഠനം തുടങ്ങുക. എനിക്ക് കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, എല്ലാ പണികളും ഞാൻ ചെയ്യണ്ടേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 10 മണിയായാൽ ടീച്ചർ പഠിക്കാൻ തുടങ്ങും. 2 മണി വരെ ഇരുന്ന് പഠിക്കും രാവിലെ ഉറക്കമൊഴിച്ചിട്ട്. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് സുഖമായിരിക്കും ഇപ്പോൾ ഉറങ്ങാമെന്ന്. പക്ഷെ സുഖം നോക്കിയാൽ എനിക്ക് എൻ്റെ പഠിക്കൽ നടക്കുമോ? അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട്, അതാണ് നേരത്തെ ടീച്ചർ പറഞ്ഞത്, ഡെഡിക്കേഷൻ. നമ്മൾ കുറച്ചൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നം എന്താണോ, എന്താവാനാ നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിശ്രമിക്കണം. ഹാർഡ് വർക്ക് നല്ലപോലെ പരിശ്രമിച്ചാൽ നമുക്കൊക്കെ അതുപോലെ മുന്നോട്ടെത്താൻ പറ്റും. ടീച്ചറും നിങ്ങളെപ്പോലെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അന്ന് മുതൽ കഠിനമായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ നമുക്കൊക്കെ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ, ഇവിടെ സാറ് പറഞ്ഞ പോലെ 2 ദിവസത്തെ ഒരു ട്രെയിനിങ് ആണുള്ളത്. തിരഞ്ഞെടുത്ത കുട്ടി